സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പുതിയ ടീമിന് ഒരു പുതിയ ഊർജ്ജം കൊടുക്കാൻ പറ്റും. അതിലുള്ള ഗ്രൂപ്പ് ഇക്വേഷൻസിനെ മറികടക്കാൻ സാധിക്കും. നിലവിൽ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളില്ലാതാവും. ഒരു അനാഥത്വം ഉണ്ടായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച്. ഒരു ഡിസിഷൻ ആരെടുക്കും? ഇന്നിപ്പോൾ KPCC വളരെ വ്യക്തമായി KPCC അധ്യക്ഷൻ പറയുന്നു, ആ ഡിസിഷൻ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായിട്ടെടുക്കുമെന്ന് പറയുമ്പോൾ KPCC അധ്യക്ഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ അവിടെയുണ്ട് എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വെല്ലുവിളി ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും UDF അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. PV Anwar ഈ ഭാഗത്തുണ്ട് താനും. അതിനെ മറികടക്കുക എന്നുള്ളതാണ്. പിന്നീട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. വോട്ടർ പട്ടിക അടക്കം പിടിക്കണം. 1200ഓളം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പിടിക്കാൻ സാധിച്ചാൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടി 2026 മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള പണികളാണ് എടുത്തു തുടങ്ങേണ്ടത്. പക്ഷേ അവിടെ ഒരു വെല്ലുവിളി ഈ നേതൃത്വത്തിൽ നിന്ന് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നോക്കൂ, 4 പേരിൽ 3 പേര് MLA മാരാണ്. അതായത് സണ്ണി ജോസഫ് MLA ആണ്. പേരാവൂർ മണ്ഡലം നോക്കണം. അവസാനത്തെ 6 മാസം പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് പണിയെടുത്താൽ മാത്രമേ പേരാവൂർ മണ്ഡലത്തിൽ വിജയിച്ചു വരാൻ പറ്റൂ. അതേപോലെ വിശ്വനാഥ് കുണ്ടറ മണ്ഡലത്തിൽ, അതേപോലെ AP അനിൽകുമാർ വണ്ടൂർ മണ്ഡലത്തിൽ. അപ്പോൾ ഇവർ നിലവിലിരിക്കുന്ന നിയമസഭാ സാമാജികരാണ് എന്ന സംഘടനാപരമായിട്ടുള്ളൊരു വെല്ലുവിളിയുണ്ട്. അതവർ മറികടന്നാൽ MPയുടെ കാര്യത്തിൽ പിന്നെ പ്രശ്നമില്ല. കാര്യം ഇനി സമയം കിടക്കുകയാണ്. ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം, അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വിഷയമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു വിഷയമാണ്. അതിനെ മറികടക്കാൻ സാധിച്ചാൽ ആ ഇക്വേഷൻസിനെ മറികടന്ന് വരാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.